ഇടാത്തേന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളെല്ലാം കമന്റ് സെക്ഷനിൽ കിടന്ന് വഴക്ക് കൂട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് കാണുന്നതിന് പ്രത്യേക ഒരു സന്തോഷം, ആൾക്കാരുണ്ടല്ലോ കാണാൻ. ഓക്കെ, അപ്പൊ ഇന്ന് ഇച്ചിരി പവർ ആവാം. കാരണം നമ്മൾ കുറച്ചേറെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. പെട്ടെന്ന് ബോഡിയൊക്കെ വേണമെന്നൊരു ചിന്ത അങ്ങോട്ട് വന്നത്. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഇനിയിപ്പം എന്റെ കാര്യങ്ങളോട് ഞാൻ കുറച്ച് നോക്കും. അതുകൊണ്ട് വീഡിയോ ഒക്കെ താമസിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. സോറി, ചുമ്മാതാ, ഞാൻ വീഡിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടോളാം. അപ്പൊ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നെതറിൽ പോയായിരുന്നു. വേൾഡ് ലോഡ് ആവുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വേൾഡിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുന്ന വേർഷൻ വേറൊരു വേർഷൻ ആയിരുന്നു. ഞാൻ കളിച്ചോണ്ടിരുന്ന വേറൊരു വേർഷൻ. എന്ത് ക്രീപ്പർ, ഈ വൃത്തികെട്ട ക്രീപ്പർ, അഴുക്ക് ക്രീപ്പറിന്റെ തല തെറ്റി പൊട്ടിക്കണം നാശം പിടിച്ച സാധനം. ഇത് എന്നെ വേട്ടയാടുവോ ഇത്? കണ്ടോ, ഈ ക്രീപ്പറിനെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാൻ പറഞ്ഞു വന്നോണ്ടിരുന്ന എവിടാന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ എന്റെ വേൾഡ് ഒന്ന് സ്വിച്ച് ചെയ്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ കളിച്ചോണ്ടിരുന്ന വേർഷനിൽ നിന്ന് വേറൊരു വേർഷനിലോട്ട് ഞാൻ എന്റെ വേൾഡ് ഒന്ന് സ്വിച്ച് ചെയ്ത്. പിന്നെ ഇതിനകത്തൊക്കെ എന്തോ നടന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ഇതിൽ പോയി. സത്യം പറഞ്ഞ് സ്വിച്ച് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ അത് കണ്ടോ, XD എഴുതി വെച്ചേക്കുന്നത്. അതെനിക്ക് മറ്റേ ന്യൂവസ്റ്റ് വേർഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. വല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന്. അതൊരു വ്യത്യാസം ഉണ്ടായില്ല. ഞാനാണെങ്കിൽ പെട്ടും പോയി. എന്റെ കുതിര ഒന്നിനെയും കാണുന്നില്ലായിരുന്നു. അവസാനം ഇതുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പശുവിനെ കുറച്ചെണ്ണത്തിനെ കാണുന്നില്ല. കുതിര ഒന്നിനും കണ്ടില്ല. പിന്നെ ഞാൻ ഇതുവഴി നടന്ന ഒരു കുതിരയെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇതൊരു നല്ല രസമുണ്ട് കാണാൻ. നല്ല വേറൊരു കുതിര, കൊള്ളാം കേട്ടോ. ചാടാതെ പിന്നെ സംഭവിച്ചൊരു സംഭവം എന്തോന്ന് പറഞ്ഞാ, നോക്കട്ടെ, കണ്ടോ, വില്ലേജർ ഒന്നും കാണുന്ന പോലും അത്. ഹലോ വില്ലേജറെ, വില്ലേജറൊന്നും ഇല്ലയോ, പോയോ? അതുകൊണ്ടൊക്കെ വില്ലേജേഴ്സിനെ ഒന്നും കാണുന്നില്ല. 2 വില്ലേജറൊന്നും അല്ലല്ലോ. ഏത് കഷ്ടകാലത്തിനാണെന്ന് അറിയത്തില്ല. എനിക്ക് ആ വേർഷം മാറ്റാൻ തോന്നിയത്. എന്തായാലും പോയത് പോട്ടെ, നോക്കിയപ്പോ ഉള്ളത് വെച്ച് തുടങ്ങാം. എന്റെ ഈ ആ വീട് പൊട്ടിച്ച പന്ന ക്രീപ്പർ. ഇപ്പൊ ഈ വീട് എങ്ങനെ തിരിച്ചു വെക്കുന്നത്? വുഡൻ പ്ലാങ്ക്സ്, അതെന്റെ സ്റ്റോറേജിലുണ്ട് വുഡൻ പ്ലാങ്ക്സ് ഒക്കെ. ഇതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നില്ലേ? എനിക്ക് ഇങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. കൊള്ളാം, ഇതൊക്കെ ചീന മോനെ. കണ്ടോ, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്ക് പ്ലാങ്ക്സ് ആണ്, സ്റ്റോൺ ആണ്. കണ്ടോ, ഓക്ക് പ്ലാങ്ക്സ്. എടാ, കുതിരയൊന്നും ഇല്ല, ഞാൻ എന്തിനാ ഇതിങ്ങനെ വെച്ചേക്കുന്നത്? ഓഫ് പ്ലാങ്ക്സ് മാത്രം വെച്ചാൽ മതിയോ? നോക്കട്ടെ, 1 4 കഴിഞ്ഞാ. ഇങ്ങനെയായിരുന്നു എന്റെ വീട്. പിന്നെ ഉണ്ടല്ലോ, ഈ നെതർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, വൃത്തിയുടെ സ്ഥലം. ഞാൻ ഇതേവരെ കണ്ടതിൽ ഏറ്റവും പിടിച്ച 1-ാം തരം വൃത്തിയുടെ സ്ഥലം. ആ പന്ന സ്ഥലത്ത് പോയി ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. കുറെ നാളത്തെ പരിപാടിയായിരുന്നു, അതൊക്കെ കണ്ടുപിടിച്ചു. എന്നാലും അതിന്റെ ഇടയ്ക്ക് എന്റെ എന്തൊക്കെ പോയെന്നറിയോ? ഏട്ടാ, കോഴി ഒരു മുട്ടയൊക്കെ ഇട്ടാ നിൽക്കുന്നത്. മുട്ട എവിടത്താ? മുട്ട തിന്നാൻ പറ്റുമോ? മുട്ടയുടെ തെരഞ്ഞപ്പോഴേ തന്നെ എന്റെ ഡയമണ്ടിന്റെ ഒക്കെ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ആ നെതറിൽ പോയി ലാവയ്ക്കകത്ത് വീണ് മരിച്ചു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നതിന്റെ പാടെ എനിക്കറിയാം. വേറെ എവിടെ കണ്ടൊക്കെയാണ് ഞാൻ സ്പോണായി വീണത്. പിന്നെ ഞാനൊരു പുത്ത സാധനം ഉണ്ടാക്കി സുഹൃത്തുക്കളെ. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ സ്പോണറില്ലേ, ആ സ്പോണർ വെച്ച് XP ഫാം ഉണ്ടാക്കി. XP ഫാം ഉണ്ടാക്കിയത് നമ്മൾ മറ്റേതിന്റെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഏതാ? സോംബിയുടെ. യൂട്യൂബിലൊക്കെ നോക്കി എന്തർമാനായിരുന്നു. ജസ്റ്റ് മറ്റേ സാധനങ്ങളൊന്നുമില്ല. ആദ്യം ഒരു എൻഡർമാനെ കൊന്നായിരുന്നു. അതാണ് നേരത്തെ ഒന്നതിന്റെ ആണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പൊ ഉള്ള ലാസ്റ്റ് ഉള്ള ഇത് ഇത്ര. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടു. അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് വലിയ പാടാ ഇത്, ഡയമണ്ട് കണ്ടുപിടിക്കുന്നത്. ഇത്ര നാളത്തെ പരിപാടിയാണെന്നറിയോ? ഇനിയും വാ എൻഡർമാനെ, തല തല്ലി ഞാൻ പൊട്ടിക്കും. ഇപ്പം ഇല്ല, വേണ്ടാന്ന് വിചാരിക്കാൻ നേരം തലയുടെ ഉച്ചിയുടെ ആ വട്ടം ഉണ്ടല്ലോ, അവിടെ കയറി നിന്ന് നിരങ്ങുക. വരുക. പിന്നെ ഞാൻ ഇവിടെ എന്റെ ഇവിടെ കണ്ടു ഒരു പൊക്കം പോലെ എന്തുവാന്ന് അറിയത്തില്ല സംഭവം. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ നേരം നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ മറ്റന്നാൾ സ്കൂളിലും പോകണം, ഞാൻ വിട്ടുപോയല്ലോ. ഇനി വേറെ സാധനം ഉണ്ട് കേട്ടോ. ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ജിമ്മിൽ നിൽക്കാൻ നേരം ഒരു ചേച്ചി എന്നെ പരിചയപ്പെട്ടായിരുന്നു. ആ ചേച്ചിയുടെ പിള്ളേർക്ക് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഞാൻ പേടിക്കത്തില്ല. എവിടെടാ എന്ത് ചെയ്ത് പോയോ? പേടിച്ചു തൂറി. എന്നെ പേടിച്ചു. തലി ഞാൻ വശം കെടുത്താൻ പോയി ഇതിനെ. അയ്യോ, പിക്കാക്സ് വെച്ചായിരുന്നു ഞാൻ കൊന്നോണ്ടിരുന്നതിനെ. എവിടെ പോയി? എവിടെ പ്രത്യക്ഷപ്പെടും? ഇവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇല്ല.
അതാടാ ഇവിടെ. അല്ല ഇത് ഇവിടെ. ചേട്ടാ പാടാ ഇങ്ങോട്ട്. നീ ചീറ്റാത്, നീ മാറി ഇന്ന് ചീറ്റാത്, ഇങ്ങോട്ട് പാടാ പാടാ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്, കളിക്കാൻ സമയമില്ലേ. ഇത്ര പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. തലികൊന്നു. എനിക്ക് എന്തോ കിട്ടിയ എന്റെ പേള്. ഞാൻ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞ സാധനം കാണിക്കാം. ഞാൻ ഇവിടെ ഇച്ചിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ, വഴിയൊന്നും തെറ്റി പോകാതിരിക്കാൻ. കണ്ടോ, ഇതൊക്കെ ഞാൻ മൂടി ഇങ്ങോട്ട് പോകരുതെന്നാണ് സംഭവം. ഇതല്ല, ഇവിടത്തെ ഒന്നും അല്ല ഞാൻ ചെയ്തത്, ഇങ്ങോട്ട് മാറിയ. ഓ യാ പോരെ. കണ്ടോ, ഇങ്ങനെ വഴികളൊക്കെ വെച്ച് ഞാൻ ഇതേലെ കുറെ ഇനി പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ടു നെതറിരിക്കുന്ന കണ്ടപ്പോ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ്ട് കണ്ടോ, ഇതാണ് ആ സ്ഥലം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പൊ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹലോ ഗൈസ്, പൊളിക്കാനും പൊളിച്ചെടുക്കാനും മൈൻക്രാഫ്റ്റിന്റെ മറ്റൊരു ട്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 2 അതിലേക്ക് സ്വാഗതം. സോംബി എക്സ്പി ഫാം ഉണ്ടാക്കേണ്ട വിധം 2 വിഭവങ്ങൾ മാത്രം. നീണ്ട കല്ല്, പരന്ന കല്ല്, ബക്കറ്റ്, സാധാ കല്ല്. പേരറിയത്തില്ല, വല്ലാത്തവരല്ല. ടോർച്ച്, വെട്ടം, പെട്ടി, സോൾ സാൻഡ്, സൈനിക ഇരുത്തുള്ള സാധനം ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ. അങ്ങനെ നമ്മൾ സ്പോണറിന്റെ സമീപം എത്തിക്കഴിഞ്ഞാൽ കല്ലുകൾ പാകത്തിന് കുത്തുക 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 കുത്തുക. മണ്ടഭാഗത്തിന് ഇത്ര ഹൈറ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് വെക്കുക 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 വെക്കുക. ബാക്കി അതിന് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന സമയം കുറെ പോകും, അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചേക്കാം. വീഴുന്ന സോംബി എല്ലാം ഉടനടി അങ്ങ് ചത്തുപോകും. എന്തോ ചെയ്യാനാന്ന് പറ. പിന്നെ ഞാനൊന്നൂടെ ആദ്യം തൊട്ട് ചെയ്ത് വേറെന്തോ എടുക്കാൻ. അങ്ങനെ നമ്മുടെ സ്പോണറുടെ പണി നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്ന സുഹൃത്തുക്കളെ അപ്പൊ ഇങ്ങോട്ട് വരും സോംബി. കണ്ടോ വീണ കണ്ടോ അയ്യോ എങ്ങനെയായിരുന്നു താഴോട്ട് നിൽക്കുന്ന സീറ്റ്. അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ കൊന്നു വേണ്ടാവല്ലോ. ഈ HP നമുക്ക് കൂടും. പിന്നെ മറ്റേ എന്തോ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, എൻജോയ്മെന്റ് അങ്ങനെ എന്തോ പറയുന്ന സാധനം, അതിനൊക്കെ ഉപയോഗം വരുമെന്നാ പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ സോംബി വരാൻ നേരം ഞാൻ കൊല്ലും. വന്നെ നീയൊക്കെ എന്നെ അങ്ങ് വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു ഞാൻ മൈൻക്രാഫ്റ്റിൽ വന്ന സമയത്ത്. ഇനി നിന്നെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കും. ഇത് നമ്മൾ ഇതിന്റെ ഈ ഈസിന്ന് മാറ്റി ഹാർഡിലോട്ട് ഇട്ടാ സോംബി സ്പോൺ ആവുന്നതിന്റെ റേറ്റ് കൂടുക നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. റേറ്റ് കൂടുവാണ്. ഇതുവഴി സോംബി ചാടി വരുക. ഇത് പൊട്ടിക്ക് വരുന്ന സോംബിയാണോ ഹാർഡിലോട്ട്? 1 വീണ് 2 വീണ് റേറ്റ് കൂടത്തില്ലേ? 6 അതിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇതപ്പോ ഇതിനകത്ത് പിടിക്കുന്നില്ലേ ചെസ്റ്റിനകത്ത്? ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഇതിനകത്ത് ഞാൻ പല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഇതെന്താ വരാത്ത? ആ തിളങ്ങുന്ന ഇതുള്ള സോംബിയെ കണ്ടോ? അതിനെയാ ഞാനിപ്പോ കൊന്നത്. അപ്പൊ വന്നില്ല വൈ. അപ്പൊ ഞാൻ ഇതെന്തോ ചെയ്യണ്ടേ? ഇതിന്റെ താഴോട്ട് കുഴിച്ചു വെക്കണോ? അറിയാവുന്ന ആരാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവരെന്നെ ഊക്കി കൊല്ലും. അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കില്ലാടിയായിട്ട്. ഇനി ഇവിടെ കുറെ നശിച്ച എൻഡർമാൻ ഉണ്ടായിരുന്നല്ലേ, പോയല്ലോ ഇല്ല. ഞാൻ തന്നെ അല്ലേ കൊന്നത്. എന്റെ വഴിയിൽ തടസ്സമായിട്ടിരിക്കുന്ന എല്ലാത്തിനും ഞാൻ തീർത്ത് കളയും. രാത്രിയായി, ചുമ്മാ റിസ്ക് എടുക്കണ്ട. ഞാൻ കുറെ നാൾ ഉറങ്ങാതിരുന്നോണ്ടാ മറ്റേ എന്തോ ഒരു പറക്കുന്ന വശി വന്നെന്നൊക്കെ നിങ്ങൾ കമന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ എൻഡർപാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേതും തന്നെ. ഏതാ മറ്റേ ബിഗോ? അയ്യോ, അതോർത്തപ്പോഴാ നമ്മുടെ ആ കുതിരകളെല്ലാം പോയപ്പോഴേ നമ്മുടെ അതിനായിട്ട് മണ്ടക്കി വെച്ചിരുന്ന സാഡലും പോയി. കഷ്ടം ഇത്. പിന്നെ നടന്ന വേറൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ എമറാൾഡ് ഒക്കെ തന്നോണ്ടിരുന്ന വില്ലേജറിനെ കാണുന്നില്ല. ഈ വില്ലേജറിനൊന്നും ജോബില്ല. നിങ്ങളൊന്നും ഇത് എടുക്കാത്തെ? ഇവിടെ ജീവിച്ചോണ്ടിരുന്ന ആളെന്തിയാളാ കാണുന്നില്ലടാ. ഞാൻ അങ്ങോട്ട് പോയി. വേർഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വലിയ തെറ്റായിപ്പോയി. ഈ വീടൊന്നും ഇവിടെ ഇല്ലാതിരുന്നായിരുന്നു ഞാൻ എന്തോ കൊടുത്തേനെ, പെട്ടുപോയനുണ്ട്. അപ്പൊ ഒത്തിരി നേരം പറഞ്ഞോണ്ടൊന്നും നിൽക്കുന്നില്ല. നമുക്ക് നെതറിലോട്ട് പോവാം. ഒരു ബക്കറ്റ് കൈ കരുതണം. അറിഞ്ഞോട്ട് ഇത് നമുക്ക് ഇച്ചിരി ഏറെ കൊണ്ടുപോകണം കേട്ടോ, ഗോൾഡ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ഒരു സാധനം ഗോൾഡിന്റെ സംഭവം വേണം. ഗോൾഡിന്റെ സംഭവം ഇല്ലെങ്കിൽ മറ്റേ തന്നെ കാണിക്ക് വെക്കുമോ നിങ്ങള്? ഗോൾഡിന്റെ എന്തെങ്കിലും ആർമർ നമ്മൾ ഇട്ടില്ലെങ്കിൽ മറ്റേ സാധനം നമ്മളെ പിടിച്ച് ഭിത്തി ചേർക്കും. ഗോൾഡിന്റെ ചെരുപ്പിടാം. എനിക്ക് മറ്റേ ട്രിക്ക് കാണിക്കണം ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പോകുന്നില്ല. നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. ഓക്കെ, ഞാൻ മറ്റേ പരിപാടി ചെയ്യാനാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അത്ര മണ്ടനാണ്. ഞാൻ ഇതുവഴി ഈ സമയം കൊണ്ട് ഞാൻ വേണം നെതറി ചെന്നേന്. അതിന്റെ പകരം ഞാൻ വെള്ളത്തിന്റെ ഇതെടുക്കാൻ പോയി, എന്നിട്ട് ട്രിക്ക് കാണിക്കാൻ പോയി. ഇപ്പൊ നമ്മള് കില്ലാടിയാ.
ചന്തി നിരങ്ങി ഞാൻ ഇഞ്ഞു പോന്നു. അല്ലായിരുന്നു ഞാൻ ട്രിക്ക് കാണിച്ചേനെ, നിരങ്ങി വന്നോണ്ടാ. അത് നിനക്ക് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ അല്ലേ? ഒറ്റ ബക്കറ്റ് എടുത്തോളാം, അല്ലായിരുന്നു കുറെ വെള്ളമായിട്ട് പോകാൻ. ആ പറഞ്ഞ പോലെ നെതറിനകത്ത് അത് വർക്ക് ആകത്തില്ലേ? എനിക്ക് നെതർ പണ്ടത്തെ കൂട്ട് പേടിയൊന്നുമില്ല. നമ്മൾ ഓരോടത്ത് പോയായിരുന്നു. ഈ വഴി മറന്നു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഞാൻ പോയ കുറെ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അവിടെ ഇവിടെ ഇതൊക്കെ നമ്മൾ ഓരോ കണ്ടുപിടിച്ച ഓരോ സ്ഥലങ്ങളാണ്. ഞാൻ കാണിക്കാം ഞാൻ എന്തോ ഇവിടെ നിങ്ങളെ കണ്ടുപിടിച്ചതെന്ന്. ഇങ്ങോട്ട് പോരുതെന്നാന്ന് തോന്നുന്നു. എന്റെ കൈയും കാലും ഒക്കെ സത്യം പറഞ്ഞ ഇച്ചിരി വേദന ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഇപ്പൊ ജിമ്മല്ലേ, ജിമ്മിൽ പോകുന്നതിനെ എൻഡർമാന്റെ കൂട്ടമാണല്ലോ ഇവിടെ. സാധനങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ. രണ്ടെണ്ണം അമ്മക്കൂടെ താ കേട്ടോ. ക്രിംസൺ ഫംഗസോ? ഫംഗസ് പിടിപെട്ടോ? ഞാൻ ഇതുവഴി ഇങ്ങനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഇടയ്ക്ക് ഞാൻ തെന്നി വീണു. രാവിലെ പോയി എന്റെ സാധനങ്ങളെല്ലാം പോയി. വളരെയധികം ദുഃഖത്തിലായിരുന്നു, ഡിപ്രഷനിൽ പോയി ഞാൻ കുറച്ച് നാളത്തേക്കിന്. ഇവിടെ വെച്ചായിരുന്നു ഞാൻ മറ്റേ ജീവികളെ കണ്ട, പിഗ്ലിങ്സോ എന്തോ അങ്ങനെ എന്തോ. നമ്മൾ ഗോൾഡ് എറിഞ്ഞു കൊടുക്കാൻ നേരം നമുക്ക് ഓരോരോ സാധനങ്ങൾ തരുന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. അവരെനിക്ക് ഈ പോഷൻ ഒക്കെ തന്നായിരുന്നു. അതൊക്കെ വെച്ചോണ്ട് ഞാനിങ്ങനെ തിരിച്ചു വരാൻ നേരമായിരുന്നു ലാവെ വീണ് ചത്തു. എനിക്ക് തന്ന പോഷൻ എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് തീന്ന് രക്ഷപ്പെടാമെന്നായിരിക്കും. ഒന്ന് മാറാമോ? പ്ലീസ് പ്ലീസ്.